ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ സ്ട്രാറ്റജീസ് പറഞ്ഞു അല്ലേ? 7 സ്റ്റെപ്സ് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ, റിസ്ട്രെയിനിങ് ഇമോഷൻസ് അല്ലേ? ഇമോഷൻസിൽ നിന്നും ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചിന്തകളിൽ നിന്നും വിചാരങ്ങളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ള കാര്യം. അതായത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കാൻ പാടില്ല, അതുപോലെ ഓവർ സന്തോഷിക്കുമ്പോഴും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പാടില്ല എന്നതാണ് അത് ഉദ്ദേശിച്ചത്. ലുക്കിംഗ് അറ്റ് തിങ്സ് ഡിഫറെൻ്റ്ലി ആയിരുന്നു സെക്കൻഡ് സ്റ്റെപ്പ് അല്ലേ? എല്ലാ കാര്യത്തെയും നമ്മൾ എപ്പോഴും കാണുന്ന പോലെ കാണാണ്ട് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക, അതായിരുന്നു രണ്ടാമത്തെ കാര്യം. തേർഡ് വൺ, അനലൈസിങ് ഇൻഫർമേഷൻ. നമ്മളോട് ഒരാൾ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻ ശരിയാണോ തെറ്റാണോ എന്നൊന്ന് അനലൈസ് ചെയ്യുന്നതാണ് തേർഡ് സ്റ്റെപ്പ് പറഞ്ഞത് അല്ലേ? ഫോർത്ത് സ്റ്റെപ്പായിട്ട് പറഞ്ഞത് ആസ്കിങ് ക്വസ്റ്റ്യൻസ് അല്ലേ? നമ്മൾ എല്ലാത്തിനോടും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് സംശയം ഉണ്ടെങ്കിലോ നമുക്ക് കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിലോ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതായിരുന്നു അത് കൊണ്ട് ഉദ്ദേശിച്ചത്. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോൾവിങ് പ്രോബ്ലംസ്. എന്തൊരു കാര്യത്തെയും നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലെ? ഇപ്പോൾ ഒരു മാത്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സോൾവ് ചെയ്യുന്ന പോലെ ഓരോന്നും സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് പ്രശ്നം, എങ്ങനെയാണ് ഇത് ഉണ്ടായതെന്ന് തുടങ്ങി ഓരോ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. സിക്സ്ത് സ്റ്റെപ്പ് പറഞ്ഞത് ഡിസ്റ്റിങ്വിഷിങ് ഫാക്ട് ഫ്രം ഒപ്പീനിയൻ ആയിരുന്നു അല്ലെ? ഒപ്പീനിയൻ, ഫാക്റ്റുകൾ, വസ്തുതകൾ, നമ്മുടെ അഭിപ്രായവും വസ്തുതയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. ഫാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുത. ഇപ്പോൾ സയൻസിലെ എല്ലാ കാര്യങ്ങളും ഫാക്റ്റ് ആണ് അല്ലെ? ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ലോ ഉണ്ട്, ഭൂഗുരുത്വാകർഷണ നിയമം ഉണ്ട് എന്നുള്ളത് അതൊരു ഫാക്റ്റാണ്. അതിനനുസരിച്ചാണ് എല്ലാം നടക്കുന്നത്. അപ്പോൾ അത് ഒരാളുടെ അഭിപ്രായമാണ് പറയുന്നത് എന്താണ്, അത് അങ്ങനെ ഒരു സംഭവം ഇല്ല, ഈ ഗ്രാവിറ്റേഷണൽ ലോ ഇല്ല എന്ന് പറയുന്നു വിചാരിക്കുക. അപ്പൊ ആ ഒപ്പീനിയനും ഫാക്റ്റും തമ്മിൽ ചെക്ക് ചെയ്ത് നോക്കുക. എപ്പോഴും ഒരാൾ പറയുന്നത് സത്യമാണോ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആറാമത്തെ സ്റ്റെപ്പ്. ഏഴാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? സീക്കിംഗ് ട്രൂത്ത് ഇൻ ആർഗ്യുമെന്റ്സ് ആൻഡ് പെർസുവേഷൻ. നമ്മളുടെ അഭിപ്രായങ്ങളിലും അതുപോലെ നമ്മുടെ ആർഗ്യുമെന്റ്സിലും സത്യം ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സത്യം ഉണ്ടോ, ഇല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കാര്യം എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അതാണ് പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് പെർsuasion, കൺഫോമിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. പെർsuasion എന്ന് പറഞ്ഞാൽ അഭിപ്രായം, ഓക്കെ. കൺഫോമിറ്റി എന്ന് പറഞ്ഞാൽ ഉറപ്പ് വരുത്തുക എന്നുള്ള മീനിങ് ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ്? നമ്മൾ എന്തൊരു കാര്യത്തെയും ഒരു വിമർശനാത്മകമായ ബുദ്ധിയിലൂടെ ചിന്തിച്ചിട്ട് കാണുന്നതിനാണ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. Human action is grounded in human motives, which in turn is grounded in human desire and perceived interest. We daily categorize, make certain assumptions, interpret and infer from within a viewpoint. In other words, we are naturally prejudiced. We ponder on those things which justify and satisfy our desires. It is not enough that one is taught to be ethical, honest, kind, generous, thoughtful, concerned with the others, and respectful of human rights. The human mind creates certain situations so that it can understand selfish desires as self-defense, cruelty as discipline, domination as love, intolerance as conviction, evil as good. Okay. അതായത് മനുഷ്യന്റെ പ്രവൃത്തികൾ, ഹ്യൂമൻ ആക്ഷൻസ് എല്ലാം ഹ്യൂമൻ മോട്ടീവ്സിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചോ, നിങ്ങളോട് പഠിക്കാൻ വേണ്ടി പറയുന്നു വിചാരിക്കുക, എക്സാമ്പിൾ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലേ നിങ്ങൾ പഠിക്കുള്ളൂ അല്ലെ? നിങ്ങൾ നിർബന്ധിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പൊ എല്ലാം ഹ്യൂമൻ ഇൻട്രസ്റ്റഡ് ആണ്. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ചോറ് കൊണ്ടുവെക്കുന്നു, ബിരിയാണി കൊണ്ടുവെക്കുന്നു, നിങ്ങൾ എന്തായാലും ബിരിയാണി ആയിരിക്കും മിക്ക ആൾക്കാരും ചൂസ് ചെയ്യുക. കാരണം എന്താണ്? അതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലെ? എപ്പോഴും ഹ്യൂമൻ എന്താണ് ആക്ഷൻസ് എപ്പോഴും ഹ്യൂമൻ മോട്ടീവ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന എന്തോ ഉണ്ട് അല്ലെ? ഇപ്പൊ ഒരു മോട്ടിവേഷൻ ക്ലാസ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിരുന്ന് പഠിക്കാനും ഇല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യാനും ഒക്കെ തോന്നും. അത് കുറച്ച് കഴിയുമ്പോൾ അത് മാറും. കാരണം എന്താണ്? ഹ്യൂമൻ ആക്ഷൻസ് എപ്പോഴും മോട്ടിവേഷന്റെ അടിസ്ഥാനത്തിലാണ്. ഇല്ലെങ്കിൽ പല മോട്ടീവ്സ്, എന്തെങ്കിലും ഒരു എന്താണ് അതിനെ ഇങ്ങനെ ഒന്ന് തള്ളിവിടുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ എപ്പോഴും നടക്കാറുള്ളൂ. ഇവിടെ എക്സാമ്പിൾസ് നോക്കൂ. നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും അനുസരിച്ചാണ് നടക്കുന്നത്. അതായത് ഇപ്പൊ നമ്മളോട് ഒരാൾ പറയുന്നു, നമുക്കൊരിക്കലും ഒരാളെ പഠിപ്പിക്കാൻ പറ്റില്ല അല്ലെ? എത്തിക്കലായിരിക്കണം, അതായത് തെറ്റു ശരിയും മനസ്സിലാക്കി ജീവിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം, കൈൻഡ് ആയിരിക്കണം, ദയുള്ള ആളും വളരെ വിശ്വാസമുള്ള ആളും ഒപ്പം തന്നെ തോട്ട്ഫുൾ ആയിരിക്കണം എന്നൊക്കെ നമുക്ക് ഒരാളോട് പറയാൻ മാത്രമേ പറ്റുള്ളൂ അല്ലേ? അത് ആ ആള് നടപ്പിലാക്കണമെങ്കിൽ ആ ആളുടെ മോട്ടീവ്സിനും ആക്ഷനും എന്ത് ചെയ്യണം? ആ രീതിയിൽ വരണം.
അത് വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പം അത് സെൽഫിഷ് ആയിട്ട് മാറും അല്ലേ, സെൽഫിഷ്നെസ് ആവും. എൻ്റെ ഇഷ്ടം എന്നുള്ള ഒരു തിങ്കിങ്ങിലേക്ക് അത് മാറും. അപ്പം അതെന്താവും, സെൽഫ് ഡിഫെൻസിലേക്ക് മാറും. എല്ലാ എല്ലാ കാര്യത്തിനും നിങ്ങളെ പൊക്കി പറയാം, ഇല്ലെങ്കിൽ ഞാനിത് ചെയ്യുന്നത് ശരിയാണ്, എനിക്ക് ശരിയാണെന്നുള്ള രീതിയിലേക്ക് അത് മാറും. ഓക്കെ. അതുപോലെ ക്രുവാലിറ്റി നിങ്ങളുടെ ഡിസിപ്ലിൻ ആവും. ഇപ്പം നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് എന്താവും, നിങ്ങളുടെ ഒരു അച്ചടക്കത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ ഡോമിനേഷൻ, എല്ലാത്തിനേക്കാളും മുകളിലാണ് ഞാൻ എന്നുള്ള ഒരു തോന്നലും അതിന്റെ ഭാഗമായിട്ട് വരും. അതുപോലെ അസഹിഷ്ണുത, ആര് പറഞ്ഞാലും കേൾക്കാത്ത അവസ്ഥ, അതൊക്കെ ഉണ്ടാവും. ഈവിൾ ആസ് ഗുഡ്, നമുക്കൊക്കെ തെറ്റൊക്കെ ശരിയായിട്ട് തോന്നും. ഓക്കെ. ഇൻ ഓർഡർ ടു ഓവർകം ഓർ റിമൂവ് prejudices, one must develop critical thinking in a special direction. For this, one requires intellectual skills as well as intellectual character. Indeed, one must develop and refine their intellectual skills as one develops and refines their intellectual character. To embed the skills in their character and shape their character through the skills. Okay. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ക്യാപ്ഷൻ ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ പറയുന്നത് ഇംഗ്ലീഷിൽ തന്നെ അവിടെ വരും. ഓക്കെ. ഇപ്പൊ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ്, മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളും നമ്മുടെ ഇഷ്ടത്തിനാണ്, ഓരോ മനുഷ്യന്റെ ഇഷ്ടത്തിലാണ് ചെയ്യുന്നത്. അപ്പോ ഇത് മാറ്റി വെക്കാൻ ഈ നമ്മുടെ മുൻധാരണകൾ, ഇപ്പോ നിങ്ങളോട് പറയാണ്, നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കില്ല എന്ന് നിങ്ങളുടെ വീട്ടുകാർക്ക് ഒരു തിങ്കിങ് ഉണ്ടാവും അല്ലേ. ഇപ്പൊ നമുക്കും മനസ്സിലാകുന്ന ഒരു തിങ്കിങ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അത് മാറണമെങ്കിൽ എന്താവണം, നമ്മൾ സ്വയം ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെ. എപ്പോഴും ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാണ്ട് മാറി ചിന്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ഈ ആളുകളുടെ ഈ പ്രജുഡീസസ് മാറ്റാൻ പറ്റുള്ളൂ. ഒപ്പം തന്നെ അവർക്കും അവരുടെ പ്രജുഡീസ് മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പൊ പേരൻസിന് അങ്ങനെ ഒരു തിങ്കിങ് ഉണ്ടെന്ന് വിചാരിക്കാം. പാരൻസ് മാറി ചിന്തിക്കാൻ തുടങ്ങണം. അപ്പോഴേ നിങ്ങളെ മറ്റൊരു രീതിയിൽ കാണാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ പഠിക്കാത്തത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സ്കില്ലുണ്ടാവും, അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് പാട്ട് പാടുന്നതിലായിരിക്കും ഇൻട്രസ്റ്റ്. അതിനനുസരിച്ച് അത് മനസ്സിലാക്കി മാറാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം. ഓക്കെ. അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് അതിൻ്റെ ഒപ്പം തന്നെ വരുന്നതാണ് ഇന്റലക്ച്വൽ സ്കിൽ. ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിപരം എന്നുള്ള അർത്ഥമാണ്. അതുപോലെ നമുക്കൊരു ബുദ്ധിപരമായി തിങ്ക് ചെയ്യാനുള്ള ഒരു സ്കില്ലൊക്കെ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ തന്നെ ഈ പകുതി പ്രശ്നങ്ങൾ മാറുമെന്നാണ് പറയുന്നത്. അടുത്തത് പെർസുവേഷൻ എന്താന്ന് പറയാം. പെർസുവേസീവ് ഡിസ്കോഴ്സ് ഹാവ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. അപ്പോൾ അഭിപ്രായത്തിന് പല സ്റ്റെപ്പുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ. ഫസ്റ്റ് വൺ ഈസ് ഡെലിബറേറ്റീവ്. ഡെലിബറേറ്റീവ് ആണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്താണ് ഡെലിബറേറ്റീവ്? വാക്കിന്റെ അർത്ഥം എന്താണ്? വിചാരശീലമുള്ള എന്നുള്ള അർത്ഥമാണ്. വിചാരശീലം എന്ന് പറഞ്ഞാണ് തിങ്ക് ചെയ്യുന്ന, എല്ലാത്തിനെ കുറിച്ചും ഒരു തിങ്കിങ് ഉള്ള രീതി എന്നാണ് അതിന്റെ അർത്ഥം. ദാറ്റ് വിച്ച് സീക്സ് ടു പെർസുവേഡ് someone to do something he otherwise would not do, or accept a point of view he otherwise would not hold. It is concerned with the future. Okay. അടുത്ത പറയുന്നത്, ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് അത് പറഞ്ഞുതരാം. ഇഫ് യു ഡു നോട്ട് സപ്പോർട്ട് സയനിസ്റ്റ് പാർട്ടി, ദ മൈനോറിറ്റീസ് ആർ ഗോയിങ് ടു ഓവർടേക്ക് ദ നേഷൻ. നിങ്ങളൊരു പ്രത്യേക പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്താവും, സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ മറ്റ് ചെറിയ പാർട്ടികൾ അധികാരത്തിൽ വരും. ഒരു എക്സാമ്പിൾ ആണത്. It is a threat based on the pre-assumption that if the minorities do not take over the nation, it is going to be bad with the xenosters. In other words, the persuasive discourse is rooted in xenophobia, the fear of foreign community. അപ്പോൾ xenophobia എന്താന്ന് കേട്ടോളൂ. നമുക്ക് വേറൊരു ഫോറിൻ കമ്മ്യൂണിറ്റിനെ പേടി ഉണ്ടാവുക, അതിനാണ് xenophobia എന്ന് പറയുന്നത്. അപ്പോൾ പെർസുവേഷന്റെ ഫസ്റ്റ് ടൈപ്പാണ് ഡെലിബറേറ്റീവ്. പേര് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ സെക്കൻഡ് വൺ ഫോറൻസിക്. ദാറ്റ് വിച്ച് സീക്സ് ടു ഡിഫെൻഡ് ഓർ കണ്ടംപ്റ്റ് വൺസ് ആക്ഷൻ, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ പാസ്റ്റ്. ഒരാളുടെ അഭിപ്രായത്തെ അല്ലെങ്കിൽ ഒരാളുടെ ആക്ഷനെ ഡിഫെൻഡ് ചെയ്യുക, അതാണ് ഫോറൻസിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ സെറമോണിയൽ. ദാറ്റ് വിച്ച് സെലിബ്രേറ്റ്സ് ഓർ ഡിനൗൺസസ്. ഇറ്റ് ഈസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ദ പ്രസന്റ്. Oxford is Mecca of learning, which has the most stringent admission policies. സെറമോണിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനെ കുറിച്ച് എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്ന ഒരിത്. അപ്പോൾ ഓക്സ്ഫോർഡ് എന്ന് പറയുന്നത് ലേണിങ്ങിന്റെ ഏറ്റവും അട്ടർമോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ അഡ്മിഷൻ കിട്ടുന്നതിന്റെ റൂൾസ് ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആണെന്ന് പറയുന്നു. അപ്പം നമ്മുടെ മനസ്സിൽ എന്താണ്, അതിനൊരു പ്രത്യേക സ്ഥാനമാണ് ഉണ്ടാവുന്നത് അല്ലേ. അടുത്തത് കൺഫോമിറ്റി. People often do create an illusion of moral character
in a variety of ways. For instance, we systematically confuse the groups more with the universal moral standards. When the people act accordance with the orders and taboos of their groups, they naturally feel right. They receive much praise in moral terms. They may be even treated as moral leaders. Sometimes people often cannot distinguish between moral and religious conformity. അതായത് കൺഫേമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ആൾക്കാർ, കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, ഒരു സമൂഹത്തിൽ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് അവർ തന്നെ ഉണ്ടാക്കി വെക്കും. അങ്ങനെ ഒരു എന്താണ് തോട്ട് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കും. അപ്പൊ അവര് തന്നെ അവരെ ആരാധിക്കാനും ഒക്കെ തുടങ്ങും. അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അതിനെയാണ് കൺഫേമിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രജുഡീസ് എന്ന് പറഞ്ഞാൽ മുൻവിധി എന്നുള്ള അർത്ഥമാണ്. നമ്മൾ എന്തിനെ കുറിച്ചും മുൻകൂട്ടി ചിന്തിക്കുക എന്നുള്ള അർത്ഥമാണ് പ്രജുഡീസിനുള്ളത്. പ്രജുഡീസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ഓഫൺ എൻകൗണ്ടേഴ്സ് ഇൻ അപ്ലൈയിങ് ദ ടെൻസ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. അതായത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് മുൻവിധികൾ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു അഭിപ്രായം ഉണ്ടാവും. ആ അഭിപ്രായം എന്തായിരിക്കാം? ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. എല്ലാ തവണ ശരിയാവണം നിർബന്ധമില്ല. അത് നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ എപ്പോഴും ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നാണ് പറയുന്നത്. And the best way to avoid prejudice is to identify it and point it out. In a sense, the people are animals whose mind is tailor-made for close-mindedness and hence for bias. When we are brought up naturally based on the circumstances and situations around us, we have many experience fear, friendship, relationship, and develop some sort of prejudice slowly and steadily. Another factor which contributes the creation of prejudices and bias is emotional turmoil one undergoes. This is a sort of bias and prejudice may create hindrance and effective thinking processes. ഇത് വേറെ ഒന്നുമല്ല ഇവിടെ പറഞ്ഞത്. നമുക്ക് എല്ലാത്തിനെ കുറിച്ചൊരു എന്താണ് ഒരു മുൻവിധി ഉണ്ടാവും. ഇപ്പോൾ ഒരു നല്ല ഉടുപ്പ് കണ്ടാലും നമ്മൾ വിചാരിക്കും, ഓ ഇതെനിക്ക് സ്യൂട്ട് ചെയ്യോ ഇല്ലേ. ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ച് നമ്മൾ മുൻകൂട്ടി ചിന്തിക്കും. ഈ കളർ എനിക്ക് സ്യൂട്ട് ചെയ്യില്ല, ഇല്ലെങ്കിൽ ഈ ടൈപ്പ് ഈ മെറ്റീരിയൽ എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ തുടങ്ങി നമ്മൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മുടെ ഒരു എന്താണ് കൺസെപ്റ്റാണ്, ഇല്ലെങ്കിൽ ഒരു പ്രജുഡീസാണ്, മുൻവിധിയാണ്, മുൻധാരണയാണ്. ഓക്കെ, അത് ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താ, മനുഷ്യന്മാരൊക്കെ മനസ്സൊക്കെ ഒരേപോലെയാണ് ജനിക്കുമ്പോൾ ഉണ്ടാവുന്നത്. നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും കാരണമാണ് നമ്മൾ ഓരോ രീതിയിലാകും പോകുന്നത്, അല്ലേ? ഇപ്പൊ ഞാൻ ജീവിച്ച സാഹചര്യം അല്ല നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. സോ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മളത് എപ്പോഴും മനസ്സിലാക്കി മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ, ഈ പ്രൊജുഡീസ് എന്നുള്ള ആ ഒരു മെയിൻ ബാരിയർ മെയിൻ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്ത് പറയേണ്ടത് സോഷ്യൽ ഇൻഫ്ലുവൻസ് ഓൺ ക്രിട്ടിക്കൽ തിങ്കിങ്. സൊസൈറ്റീന്റെ ഇൻഫ്ലുവൻസ്. സമൂഹം നമ്മളെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരെന്ത് ചിന്തിക്കും, അല്ലെ? അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആളുകളുടെ ഉള്ളിലുണ്ട്. അതുപോലെ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ, ഒരു കാലം വരെ ലിപ്സ്റ്റിക് ഒക്കെ എന്താണ് സമൂഹത്തിൽ എന്തോ മോശം വസ്തുവായി കരുതിയിരുന്ന ഒരു വസ്തുവായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാത്തിലും സമൂഹം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, അതുപോലെ ബോയ്സ് കരയാൻ പാടില്ല. ഇതൊക്കെ സമൂഹം ഉണ്ടാക്കിയ ഒരു എന്താണ് ഒരു പ്രത്യേക ഒരു ചട്ടക്കൂടാണ്, അല്ലെ? അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ, നമ്മള് സ്വതന്ത്രമായി ചിന്തിക്കുന്നതിനെ സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നേ നോക്കാം. സൊസൈറ്റി എന്ന് പറയുന്ന ആരാണ്? നമ്മളൊക്കെ തന്നെയാണ്. സോ ദ സൊസൈറ്റി ആൻഡ് ഡിഫറെന്റ് സോഷ്യൽ ക്ലാസ്സസ് ഹാവ് സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ ക്രിട്ടിക്കൽ തിങ്കിങ്. എല്ലാ സമൂഹത്തിനും, എല്ലാ തരത്തിലുള്ള സമൂഹവും സമൂഹത്തിലെ ക്ലാസ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ക്രിട്ടിക്കൽ ബിലീഫ് മേ ഇൻക്ലൂഡ് കോൺഷ്യസ്നെസ് ഓഫ് സോഷ്യൽ ഇക്വാലിറ്റി, ഓഫ് എ ഡോമിനന്റ് ഐഡിയോളജി ആൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ. അപ്പൊ സൊസൈറ്റിയിൽ എപ്പോഴും ഏതൊരു സമൂഹത്തിലാണെങ്കിലും ഒരു ഐഡിയോളജി മുന്നിട്ട് നിൽക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആണെങ്കിൽ അവിടെ എല്ലാത്തിനും ആക്സെപ്റ്റ് ചെയ്യും. അതേസമയം വളരെ റിലീജിയസ് ആണെങ്കിൽ അവർ ആ റിലീജിയന്റെ അകത്ത് നിൽക്കാനായിരിക്കും ആൾക്കാരെ പ്രേരിപ്പിക്കുക. അതുകൊണ്ട് തന്നെ അങ്ങനെ ഓരോ ഡോമിനന്റ് ഐഡിയോളജീസും ഡിസ്ക്രിമിനേഷൻ സൊസൈറ്റിയിൽ ഉണ്ടാക്കും. Though there have been many opinions and views being given by many philosophers and ideologists, the critical thinking is often classes and community driven. അപ്പൊ ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഫിലോസഫേഴ്സും ഐഡിയോളജിസ്റ്റുകളും ഓരോ അഭിപ്രായം അവരുടേതായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ
ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് സമൂഹവും അതുപോലെ സമൂഹത്തിലെ വിവിധ ലെവൽസ് ഉണ്ടാവും അല്ലെ, അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ഇങ്ങനെയുള്ള അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മോഡേൺ തിങ്കേഴ്സ് ആയിട്ടുള്ള അൽത്തൂസർ, ഫോക്കോൾട്ട് ആൻഡ് ഫ്രൂയിഡ്, ഹേബമസ്, അവരൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സിംഗുലർ ക്ലെയിം ടു ബീങ് ലോജിക്കൽ. സോ അപ്പൊ ആദ്യം നമ്മൾ ഹേബമാസ് എന്താ പറഞ്ഞതെന്ന് പറയാം. ഹേബമാസ് എന്ന് പറയുന്ന ഒരു ഫിലോസഫറാണ്. അദ്ദേഹം ചോദിക്കുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഫസ്റ്റ് ദ ലോജിക്കൽ ലെവൽ ഓഫ് പ്രീസപ്പോസിഷൻ കൺസേൺ ദ പ്രൊഡക്ഷൻ ഓഫ് കോജന്റ് കൺസിസ്റ്റന്റ് ആർഗ്യുമെന്റ്സ്. It requires that the speakers avoiding contradicting themselves and employ the meaning of expressions consistently. The procedural level of presupposition requires the people engaged in discussion and problematic claim to adopt hypothetical attitude, though which they consider the validity of claims regardless of their immediate needs in the situation. This hypothetical attitude requires the participants in argument step back from their personal perspective and consider the relevant issues critically. Finally, the rhetorical process or the level of presupposition requires the structure of speech situation immune to repression and inequality. ഇത് ഓൾ ടോട്ടൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വെച്ച് കഴിഞ്ഞാല് പല രീതിയിലും സമൂഹം നമ്മുടെ ആറ്റിറ്റ്യൂഡിലും അതുപോലെ നമ്മുടെ തീരുമാനങ്ങളിലൊക്കെ അറിയാണ്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് സമൂഹത്തിൽ ഇൻഇക്വാലിറ്റി ഉണ്ട്, അതുപോലെ പല പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നുണ്ട്. അതൊക്കെ നമ്മൾ എത്ര ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാലും അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത പറയേണ്ടത് സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. ദ ക്രൈറ്റീരിയ ബൈ വിച്ച് വി ഇവാലുവേറ്റ് ദർ ഇസ് നോട്ട് വൺ തിങ്കിങ് പ്രോസസ് ഇസ് റീസണിങ് process is critical are the standards of critical thinking. They help us to write, think and evaluate issues in a way that shows our intellectual responsibility. The major criteria as follows. Okay, അതായത് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് നടത്തുന്നുണ്ട്. ഓരോരുത്തരും പല രീതിയിലാണ് ചിന്തിക്കുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള പ്രോസസ്സിൽ നമ്മളെല്ലാവരും കടന്നു പോകുന്നുണ്ട്. പക്ഷെ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു രീതിയുണ്ട്. അതെന്താണെന്നാണ് പറയാൻ പോകുന്നത്. അത് കുറച്ച് സ്റ്റെപ്പുകളായിട്ടാണ് പറയുന്നത്. അടുത്തത് നമുക്ക് ആ വീഡിയോ ചെയ്യാം, ഏതൊക്കെയാണ് ആ സ്റ്റെപ്പ് എന്നുള്ളത്. അതിലൊന്ന് വരുന്നത് ക്ലാരിറ്റി ആണ്. ക്ലാരിറ്റി, ആക്യുറസി ആൻഡ് ഓൾസോ ബ്രെഡ്ത്ത്. പ്രിസിഷൻ, ക്ലാരിറ്റി, അതുപോലെ പ്രിസിഷൻ ആൻഡ് ആക്യുറേറ്റ്, ഇത്രയും കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.